സാർ മറ്റൊന്ന് പിന്നെ ഈ IPL കൊണ്ടുവന്നിട്ടുള്ള പുതിയ ചില നിയമങ്ങൾ ഭയങ്കര വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ എന്ന് പറയുന്നത്. ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയ്ക്ക് ഇതിനെതിരെ വിമർശനം കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ ഓൾറൗണ്ടർ അപ്രസക്തനായി പോവുക എന്നുള്ളത്. ഇപ്പോൾ 7 ബാറ്റർമാരുള്ളപ്പോൾ 8ാമനായിട്ട് അവതരിപ്പിക്കുക ഒരാളെ, പിന്നെ ബൗളർമാരുടെ കൂട്ടത്തിൽ ആ സമയത്ത് ഒരാൾ അവതരിപ്പിക്കും. ഇപ്പോൾ ഈ ഓൾറൗണ്ടർ എന്ന് പറയുന്ന ഈ 11 കളിക്കാരിൽ ഒരാളുടെ പിന്നെ ഇത് അപ്രസക്തനായത് നമ്മൾ പല കളികളിലും ഈ ഇമ്പാക്ട് പ്ലെയേഴ്സ് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വിമർശനത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റെ 2 വശമുണ്ട്. ഒന്ന്, എനിക്ക് വിമർശനം ശരിക്കും മനസ്സിലാകാം. എന്താ വെച്ചാൽ ഒരു ടീം മോശമായിട്ട് ടീം സെലക്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തിരുത്താൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ ഇമ്പാക്ട് പ്ലെയർ വഴി. അത് കാരണം പലപ്പോഴും അവർക്കൊരു റിസ്ക് എടുക്കാം. ഇപ്പോൾ ടോസിൻ്റെ സമയത്ത് ഞങ്ങൾ 8 ബാറ്റ്സ്മാൻമാരെ കളിക്കാൻ പോവുകയാണ്. ഇപ്പം എങ്ങാനൊരു പ്രശ്നം വന്നാൽ ഇമ്പാക്റ്റ് ഒരു കളിക്കാരനെ ഒരു എക്സ്ട്രാ ബോളറെ കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ കുറേ ചെറുപ്പക്കാരായ ഇന്ത്യൻ കളിക്കാർക്ക് ചാൻസ് കിട്ടി. അല്ലെങ്കിൽ ഒരിക്കലും ഒരു രോഹിത് ശർമ്മയെ ബെഞ്ചിലിരുത്തിയിട്ട് ഇമ്പാക്റ്റായിട്ട് വിഘ്നേഷിന് വന്ന് കളിക്കാൻ പറ്റില്ല. അതാണ് മറ്റേ വശം. കുറേ ചെറുപ്പക്കാർക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നത് ഈ ഒരു റൂള് കാരണമാണ്. ശരിയാണ്. പക്ഷേ ഓൾറൗണ്ടർ എന്നുള്ളത് അത് വലിയൊരു പ്രശ്നമാണ്. അതല്ല ഞാൻ പറയുന്നില്ല. ഇപ്പം ഇന്ത്യക്ക് ശരിക്കും പറയാ വെച്ചാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ വേറെ ആരാ ഉള്ളതെന്ന് ഇപ്പോൾ ശിവം ദുബെ പലപ്പോഴും ഒരു ഓവറും കൂടി ബോൾ ചെയ്യുന്നില്ല. വെങ്കടേഷ് അയ്യറിന് 23 കോടിയാണ് KKR കൊടുത്തത്. എത്ര തന്നെ ബോൾ എറിഞ്ഞിട്ടുണ്ട് ഈ IPL. അപ്പോൾ ഇവരാരും ഒരു ഓൾറൗണ്ടറായിട്ട് കളിക്കേണ്ടതല്ല. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അടുത്ത 26ാമത്തെ ലോകകപ്പ് ഇന്ത്യ ആര് കളിപ്പിക്കുന്നു അതിനൊരു ഉത്തരമില്ല. എന്താ വെച്ചാൽ ഈ ഇമ്പാക്ട് പ്ലെയർ റൂള് കാരണം. ഇത് കുറച്ചുകൂടി ബാറ്റർ ഫ്രണ്ട്ലി ആക്കുമോ കളി? അങ്ങനെ തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 7 ബാറ്റർമാരുണ്ടാവുന്നു, പിന്നെ 7 ആളും പുറത്തായി കഴിഞ്ഞാൽ അവർക്കൊരു ഓപ്ഷനെ പരീക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അയാൾ കളിയുടെ ഗതിയെ മാറ്റുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ബാറ്റർ ഫ്രണ്ട്ലി ആണ് എന്നൊരു ബാറ്റർ ഫ്രണ്ട്ലി ആക്കുന്നത് സാധാരണ. പക്ഷെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടീം സെലക്ഷനിൽ വരുന്ന തെറ്റുകൾ അപ്പം തന്നെ തിരുത്താനുള്ളൊരു സാധ്യതയാണ് ശരിക്കും. എന്താ വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ ആൾക്കാർ ഒരു ബാലൻസ് ടീമല്ല സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ടീം ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ത് ടീമാണെന്ന് തോന്നും. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവും ഇതിന്ന് ഒരാളെ മാറ്റിയിട്ട് ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബോളറെ കൊണ്ടുവന്ന് ശരിയാണ്. അത് ടീമുകളുടെ പിന്നെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരിക്കും. പക്ഷേ ഒരു 11 പ്രഖ്യാപിച്ചതിന് ശേഷം ഇവർക്ക് ഇപ്പോൾ ബാലൻസ്ഡ് അല്ല എന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാണ്. ഇത് പ്രശ്നം വരുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ ഇല്ലാത്തടത്തോളം കാലം ഇന്ത്യയുടെ സാധ്യതകൾ തീർച്ചയായിട്ടും ഇത് ബാധിക്കും. എന്താ വെച്ചാൽ ഈ ഓൾറൗണ്ടർ ഇല്ലാത്തത് കാരണം അവിടെയും ഈ റൂള് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല.